അടുത്ത മാസം ഇപ്പൊ നോമ്പായി. എത്ര പെട്ടെന്നാ ഒരു കൊല്ലം പോയതില്ലേ. ഈ നോമ്പിന്റെ കാര്യം പറക്ക് വേറൊരു കാര്യം ഓർമ്മ ഉണ്ട്. അതെ, നമ്മളെ ഈ റമദാൻ വരുമ്പോത്തിന് കഴിഞ്ഞ റമദാൻ മുയലുണ്ടല്ലോ, ആ ഉയരം കുറഞ്ഞ മുയല് നമ്മളെ വിളിക്കത്തെ അയാളെ നമുക്ക് ഈ റമദാൻ ഒഴിവാക്കണം. അയാളെ നമുക്ക് അയാളെ ഒഴിവാക്കിയാ പറ്റുള്ളൂ. എന്താ കാര്യം പറയും? അതിന് കാരണം ഉണ്ടെന്ന്. എന്താണ്? കഴിഞ്ഞ റമദാനെ ഞാൻ പറക്ക് നമ്മളിപ്പോ കൊറേ കാലം പുറത്തുള്ള ഒരാളല്ലേ, പ്രവാസിയായിട്ടുള്ള ആളല്ലേ. കഴിഞ്ഞ് നോമ്പറക്കലുണ്ടല്ലോ 10,000-2,000 ഉറുപ്പിക ഫ്രൂട്ട്സ് സാധനങ്ങൾ മേടിച്ച് എന്റെ പെണ്ണുങ്ങൾ എന്റെ വീട്ടിൽ കുറെ അത് ഓളുണ്ടാക്കി വെച്ച് അതിന്റെ അപ്പുറമെ ഞാൻ പുറത്ത് പോയിട്ട് കുറെ പൊരിച്ചുകടിയും കൊടുത്ത് വെച്ചിട്ട് ഇപ്പൊ വാങ്ങിക്കൊടുക്കും ഞാനും എന്റെ കുട്ടികളെ സമയം ജീ വർത്താനം പറഞ്ഞത് ആ പള്ളിക്കൊന്ന് വാങ്ങിക്കൊടുക്ക, ഈ പള്ളിക്കൊന്ന് വാങ്ങിക്കൊടുക്ക, ഇപ്പുറത്തെ പള്ളിക്കൊന്ന് വാങ്ങിക്കൊടുക്ക. ഞാൻ എന്നിട്ട് നമ്മളെ ഫ്രണ്ട് ഡോറൊന്ന് പോയി നോക്കി, തുറന്നിട്ട് കുറച്ച് പുറത്ത് പോയി നോക്കി. അല്ല ഈ വാങ്ങിക്കൊടുത്ത് ഞാൻ കേക്കായിട്ടാണ് വെച്ചത്. ആ സമയത്ത് നമ്മളെ പള്ളിക്കുന്നു ടും ടും മൂപ്പർ സൗണ്ട് ക്ലിയർ ആക്കാൻ നിൽക്കുക. ഇന്ന് ആലോചിച്ച് നോക്കി ചെയ്. കഴിഞ്ഞ നോമ്പിനെ മരീക്കും ഇസാക്കും തെറാബിക്കും എന്നെ കണ്ടില്ലല്ലോ. എന്തായി പറഞ്ഞു 10,000-2,000 ഉറുപ്പിക സാധനം മേടിച്ചിട്ട് അത് ഈ ആക്രാന്തം പിടിച്ചു. നോമ്പർക്കൊരു ആക്രാന്തമല്ലോ. ഇതൊക്കെ പാടെ ചിന്നങ്ങോട്ട് കേട്ടിട്ടേ ഇവിടുന്ന് ഇങ്ങോട്ട് എന്നുള്ളൊരു സൗണ്ടും ഈ ഞാനല്ലോ നമ്മളെ പാമ്പ് മറ്റേ തവളനെ ഉണിഞ്ഞ പോലെ ഞങ്ങണ്ടല്ലോ ആ ഒറ്റാക്ക് എടുത്ത ഈ സമയത്ത് പിന്നെ എങ്ങനെ പള്ളിയൊക്കെ ആയിരുന്നു. അല്ല, ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ അത്താഴത്തിന് നീച്ചിട്ടുണ്ടല്ലോ, നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുഴച്ച് തിന്നിട്ട് ഉറക്കത്തിന് നീച്ച് വരികയല്ലേ. ഈ ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ തിന്നിട്ട് ഇങ്ങനെ അതിനെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ തിന്നിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് കാണും ഈ ചങ്ങായിയാണ് വാങ്ങി വിളിക്കുന്നത്. മൂപ്പർക്ക് ആ സമയത്തിനല്ലോ ഭയങ്കര സുസ്കാന്തിയാ, കറക്റ്റ് വാങ്ങി കൊടുക്കും. ഏടോ സലാമേ, എന്താ ഞങ്ങൾ എത്ര നേരമായി ഇവിടെ കിടന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു. എന്താ അങ്ങോട്ട് നോക്കി ഇങ്ങനെ കുത്തിരിക്കണേ? എന്താ എനിക്ക് ഇത്ര വലിയ വിഷമോ? ചങ്ങായി തലക്ക് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. എന്തേ? ഇപ്പോൾ ഹോട്ടലിൽ നോമ്പായിട്ട് പൂട്ടുകയാണ്, ഒരു മാസം പണിയില്ല. ഈ നോമ്പിനാണ് ചെലവില്ല എന്ന് പറയും. ഈ നോമ്പിനാണെന്നല്ല ഏറ്റവും വലിയ ചെലവ്. ഈ ഒരു മാസം എനിക്കറിയോ, പൊരിക്കടി, കലക്ക വെള്ളം, ജ്യൂസ്, ഫ്രൂട്ട്സ്, എത്ര വരുന്ന ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വില എന്താ എനിക്ക് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടില്ല ചങ്ങായി. ഹലോ, അസ്സലാമു അലൈക്കും. അഷ്റഫാണ്. പുണ്യങ്ങളുടെ മാസമായ റംസാൻ മാസത്തിൽ നമ്മുടെ കർമ്മങ്ങൾ പോലും ഇല്ലാതാക്കുന്ന ഭക്ഷണ രീതിയാണ് ഇന്നത്തെ കാലത്തെ നോമ്പുകാർ കൊണ്ടു നടക്കുന്നത്. ഈ വരുന്ന ഫെബ്രുവരി 25 കാലത്ത് 8 മണിക്ക് നടക്കുന്ന മോർണിംഗ് എഡ്യൂക്കേഷൻ സെഷനിൽ ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ ലിങ്കിനായിട്ട് നിങ്ങളുടെ കോച്ചുമായിട്ട് ബന്ധപ്പെടാം. ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെയും ഫാമിലിയെയും ആത്മാർത്ഥമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.